ഹായ്, മീൻ കൊണ്ടൊരു സ്ക്രംബിൾഡ് ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ്. ഇതിന് വേണ്ടി ഞാൻ എടുത്തത് കുറച്ച് കരിമീനാണ്. അതൊന്ന് വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് ഫിഷ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഇതിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഒരു സവാള, ഒരു തക്കാളി, 4-5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, അതൊന്ന് നമുക്ക് പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊന്ന് മൂത്ത് വന്നാൽ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കറിവേപ്പിലയും സവാളയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് വേവിപ്പിച്ചെടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിപ്പിക്കാം. കുറച്ച് സമയം വേവിപ്പിച്ച ശേഷം നമുക്കൊന്ന് മൂടി എടുത്ത് വെക്കാം. ഇപ്പോൾ മീനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി വെന്ത മീനാണ്. നമുക്ക് മസാലയൊക്കെ ഒന്ന് മീനിൽ പിടിക്കും. ഇനി അതൊന്ന് മീനൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് പീസായി കൊടുക്കാം. സ്ക്രംബിൾ ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫിഷൊക്കെ സ്ക്രംബിളായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രംബിൾഡ് ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടിയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. പിന്നെ മെയിൻ ഡിഷായിട്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ ചപ്പാത്തി, പൊറോട്ട, ദോശ എന്നിവയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻസൊക്കെ ആയിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഈ ഫിഷ് റോസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.